മാരിയോ ജോസഫ് എന്ന മോട്ടിവേഷൻ സ്പീക്കർ ഭാര്യയെ തലക്ക് സെറ്റർ ബോക്സ് കൊണ്ട് അടിച്ച് മുഴുവൻ ചോരയിൽ കുളിച്ചു നിന്ന ഭാര്യയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒന്നു തന്നെയായിരുന്നു. മറ്റുള്ളവരുടെ ദാമ്പത്യം നന്നാക്കാൻ വേണ്ടി പോയവർ സ്വന്തം ദാമ്പത്യം കുളമാക്കിയവരാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇവരെക്കുറിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യ ജിജിയുടെ വീഡിയോ വൈറലായതിനു ശേഷമായിരുന്നു മാരിയോ വീഡിയോയുമായി പുറത്തു വന്നിരിക്കുന്നത്. മാരിയോ ജോസഫ് പറയുന്നത് ഇങ്ങനെയായിരുന്നു: ജിജിക്ക് തലക്ക് പരിക്ക് പറ്റി എന്ന് പറയുന്നിടത്ത് ടിവിയുമില്ല, അങ്ങനെയൊരു സെറ്റർ ബോക്സുമില്ല, പിന്നെ എങ്ങനെയാണ് FIRൽ സെറ്റർ ബോക്സ് കൊണ്ട് തലക്കടിച്ച് പരിക്കുപറ്റി എന്നെല്ലാം പറയുന്നത്? അത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് മാരിയോ ജോസഫ് പറയുന്നത്. ഇവരുടെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെയല്ല. ജിജി തികച്ചും ഒരു മദ്യപാനിയാണെന്നാണ് മാരിയോ ജോസഫ് പറയുന്നത്. മദ്യലഹരിയിൽ അവൾ കാണിച്ചു കൂട്ടുന്നത് അവൾക്ക് പോലും അറിയില്ല എന്നാണ് മാരിയോ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് വളരെയധികം നടത്തുന്നുണ്ട്. ട്രസ്റ്റിന്റെ പേരിൽ വരുന്ന തുകകളെല്ലാം അവൾ സ്വന്തം കീശയിലേക്ക് ആക്കുകയാണ്. 2.5-2.25 കോടിയോളം വില വരുന്ന ഒരു ബിൽഡിംഗ് എടുത്ത് സ്വന്തം അനുജന്റെ പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് വാങ്ങുവാൻ ഉപയോഗിച്ച കാശെല്ലാം ട്രസ്റ്റിലേക്ക് വരുന്ന കാശുകൊണ്ടാണ്. അനുജന്റെ പേരിൽ 2.5 കോടിയോളം രൂപ വരുന്ന ബിൽഡിംഗ് വാങ്ങിയതിനെ തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അന്ന് മദ്യലഹരിയിലായിരുന്ന ഭാര്യ ഒരു കത്തിയുമായി എടുത്ത് മാരിയോയ്ക്ക് നേരെ ചാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മാരിയോയുടെ കയ്യിൽ കുത്തുകയും സ്റ്റിച്ചെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റിലേക്ക് വരുന്ന പല കാശുകളും ജിജിയുടെ അക്കൗണ്ടിലേക്കും അവളുടെ അമ്മയുടെ അക്കൗണ്ടിലേക്കും അച്ഛൻ്റെയും അങ്ങനെ പല അക്കൗണ്ടുകളിലേക്കാണ് വരുന്നത്. അതിന്റെ കണക്കുകളും രേഖകളും ഒന്നും പക്കലില്ല. അതെല്ലാം അവരുടെ കയ്യിലാണ് എന്നാണ് മാരിയോ ജോസഫ് പറയുന്നത്. കോടിക്കണക്കിനോളം കാശാണ് ജിജിയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാശെല്ലാം ട്രസ്റ്റിലേക്ക് വരുന്ന കാശാണ്. എന്നാൽ അതെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭാര്യയായ ജിജി എന്നാണ് മാരിയോ ജോസഫ് പറയുന്നത്. ജിജിയുടെ കള്ളത്തരങ്ങൾ പിടിച്ചത് ഇങ്ങനെയായിരുന്നു. ജിജിക്ക് ഓഫീസിലുള്ള ഒരു പയ്യനുമായി വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു. അവർ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പുറത്തെല്ലാം പോകുമായിരുന്നു. ഇതെല്ലാം ഞാൻ കൺട്രോൾ ചെയ്ത് ചോദ്യം ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു. ഇത് എന്നോട് ആരാണ് ഇങ്ങനെയൊരു സംശയം പറഞ്ഞത് എന്നുള്ളത് ജിജി അറിഞ്ഞ് ആ ആളുടെ ചെകിടത്തിട്ട് ഒരു അടി കൊടുക്കുകയായിരുന്നു. പുള്ളിക്കാരൻ്റെ പേര് സന്തോഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ചെവിയിൽ നിന്ന് ചോര വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. പിന്നീട് പോലീസെല്ലാം ഇടപെട്ട് ഇത് എങ്ങനെയെങ്കിലും ഒത്തുതീർക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ പേരിനും നിങ്ങളുടെ ട്രസ്റ്റിന്റെ പേരിനും വളരെ ദോഷകരമായി ഭവിക്കുമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അങ്ങനെ സന്തോഷ് ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപയായിരുന്നു. ജിജി ആ കാശ് വന്ന് മാരിയോയോട് ചോദിച്ചു. മാരിയോ പറഞ്ഞു, എൻ്റെ പക്കൽ 5 ലക്ഷമൊന്നും എടുത്തു തരാനില്ല എന്ന്. അപ്പോൾ ജിജി പറഞ്ഞു, ട്രസ്റ്റിൽ നിന്നുള്ള കാശ് എടുത്തു തരാൻ. അപ്പോൾ മാരിയോ പറഞ്ഞു, നീ ഇതുപോലെ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് ഉപയോഗിക്കാനുള്ള കാശല്ല അത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന്റെ പേരിൽ രണ്ടുപേരും വാക്കേറ്റത്തിലാവുകയായിരുന്നു. തുടർന്ന് മാരിയോ അറിയാതെ ചെക്കിൽ മാരിയോയുടെ സിഗ്നേച്ചർ ഇട്ട് ജിജി 5 ലക്ഷം രൂപ കൈക്കലാക്കുകയായിരുന്നു. ഇതറിഞ്ഞ മാരിയോ ജിജിയെ ചോദ്യം ചെയ്യുകയും അവർ തമ്മിൽ നല്ലൊരു തർക്കം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ സ്വരച്ചേർച്ചകളായിരുന്നു. പിന്നീട് ട്രസ്റ്റിലേക്ക് വരുന്ന ഓരോ പൈസയുടെ കാര്യങ്ങളും കണക്കുകളും ചോദിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതുപോലൊരു പ്രശ്നമുണ്ടാകുവാനുള്ള മെയിൻ കാരണം ജിജിക്ക് ഈ മാസം 4-5 ലക്ഷം രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. ഈ കാര്യം മാരിയോയുമായി ഡിസ്കസ് ചെയ്തപ്പോൾ മാരിയോ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇൻകം ടാക്സിനോട് അറിയിക്കും. പാവങ്ങളുടെ കയ്യിലേക്ക് എത്തേണ്ട കാശാണ് നീ എടുത്ത് ദൂർത്തടിക്കുന്നത്. ആ പാപം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇതേ തുടർന്ന് 2 പേരും വാക്കേറ്റത്തിലാവുകയായിരുന്നു. അങ്ങനെ ജിജി വന്നിട്ട് മാരിയോയുടെ കൊങ്ങയ്ക്ക് പിടിക്കുകയായിരുന്നു. വളരെ ശക്തമായി പിടിച്ചതുകൊണ്ട് തന്നെ മരണവെപ്രാളം കാരണം മാരിയോയ്ക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ മാരിയോ ജിജിയുടെ കൈകൾക്കിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. കൈകൾ വേദനിച്ചപ്പോൾ ജിജി പിടുത്തം വിട്ട ആ തക്കം നോക്കി മാരിയോ 1ാം നിലയിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെയുള്ള ഡോറ് അടച്ചുപൂട്ടി അതിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ഇമേജിൽ കാണുന്ന ആ ഡാർക്ക് ബ്ലൂ ഷർട്ട് ഇട്ട ആളാണ് ഇതിന് സാക്ഷി. മാരിയോ കതക് തുറക്കാത്തതിനെ തുടർന്ന് ജിജി ഗ്ലാസ് ഡോറിലിട്ട് തലകളെല്ലാം ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ജിജിയുടെ തലക്ക് പരിക്ക് പറ്റിയത്. ചോരയെല്ലാം വരുന്നത് കണ്ടപ്പോൾ ആ ബ്ലൂ ഷർട്ട് ഇട്ട വ്യക്തി അവിടെ നിന്ന് മാറിപ്പോവുകയായിരുന്നു. കാരണം പുള്ളിക്കാരിയുടെ സമനില തെറ്റി നിൽക്കുന്ന സമയമായിരുന്നു. എന്തെങ്കിലും അപകടം പുള്ളിക്കാരന് വരുമെന്ന് ഓർത്ത് അവിടെ നിന്ന് പോവുകയായിരുന്നു. സ്വയം തല ഗ്ലാസ്സിലിട്ട് അടിച്ച് ബ്ലഡ് വരുത്തിയതിനു ശേഷം ഭർത്താവ് തലയ്ക്ക് സെറ്റർ ബോക്സ് എടുത്ത് അടിച്ചു എന്നാണ് ജിജി ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറയാതിരുന്നത് നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന ട്രസ്റ്റാണ് എൻ്റെ ഭാര്യ കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്ത് എൻ്റെ മക്കളെ കൂടി പേരുദോഷം കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് എന്നാണ് മാരിയോ ജോസഫ് ഇപ്പോൾ പറയുന്നത്. എൻ്റെ കൂടെയുള്ള ഇവരെല്ലാവരും ജിജിയുടെ എല്ലാ തോന്നിവാസങ്ങളും കണ്ട് മനസ്സിലാക്കിയ വ്യക്തികളാണ്. ഇവരെല്ലാവരും എൻ്റെ ട്രസ്റ്റിലും എൻ്റെ സ്ഥാപനത്തിലുമെല്ലാം ജോലി ചെയ്യുന്നവരാണ്. എൻ്റെ കൂടെ ഇറങ്ങി വന്നവരാണ് ഇവർ. എല്ലാവരും ഒരേ സ്വരത്തിൽ മാരിയോ ജോസഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ട്രസ്റ്റിലുള്ളത് മാരിയോ ജോസഫിന്റെ ഭാര്യയായ ജിജിയും അനുജന്റെ ഭാര്യയും മറ്റു ബന്ധുക്കളുമാണ് അവിടെയുള്ളത് എന്നാണ് മാരിയോ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ജിജിയുടെ അച്ഛൻ ഇടയ്ക്കിടെ ട്രസ്റ്റിലോട്ടേക്ക് കയ്യും വീശി വരും. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കയ്യിലൊരു കവറുമായിട്ടാണ് പോകാറുള്ളത്.
ട്രസ്റ്റിലേക്ക് വരുന്ന കാശെല്ലാം അവർ അവരുടെ കുടുംബത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ആഡംബരമായ ജീവിതമാണ് ഇഷ്ടം. അത് അവൾ ട്രസ്റ്റിലേക്ക് വരുന്ന കാശുമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് എൻ്റെ ഭാര്യയെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ അവളുടെ മദ്യപാനം നിർത്തി ഈ ആഡംബര ജീവിതവും പദവിമോഹവും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരികയാണെങ്കിൽ എൻ്റെ മക്കളുടെ അമ്മയായി അവളെ സ്വീകരിക്കുവാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. ഭാവിയിൽ എന്തെങ്കിലും കൗൺസിലിംഗ് എല്ലാം ആവശ്യമുണ്ടെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് എന്നാണ് മാരിയോ ജോസഫ് പറയുന്നത്. ഇത്രയും സ്റ്റാഫുകളെല്ലാം ഒരേപോലെ മാരിയോ ജോസഫിന്റെ കൂടെ കൂടണമെങ്കിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകാതിരിക്കില്ലല്ലോ. ഈ വാക്കുകളൊന്നും ഞാനായി പറയുന്നതല്ല. മാരിയോ ജോസഫിന്റെ ഇന്റർവ്യൂയിലൂടെ മാരിയോ ജോസഫ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതാണ്. കാണാത്തവർ പുള്ളിക്കാരന്റെ അക്കൗണ്ടിൽ പോയി കണ്ടാൽ മാത്രം മതി. ഇതിലെ സത്യാവസ്ഥകൾ എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല. വരുന്നത് പല വിധത്തിലുള്ള ന്യൂസുകളാണ്. പക്ഷെ എല്ലാവരും ഒരേ സ്വരത്തിൽ ജിജിയെ തള്ളിപ്പറയുമ്പോൾ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളാണ് വരുന്നത്. ഇനി കോടതിയും പോലീസുമെല്ലാം ഇടപെട്ടു കഴിഞ്ഞാൽ വലിയ വലിയ ഞെട്ടിക്കുന്ന സാമ്പത്തിക തട്ടിപ്പിന്റെ ന്യൂസുകളായിരിക്കും ഉടൻ പുറത്തു വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്